ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിന്നൊന്ന് വെള്ള നാരങ്ങ അച്ചാറിടാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റിയതിന് ശേഷം അത് തണുക്കാൻ എടുത്ത് വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 4-5 സ്പൂണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു രാത്രി ഫുള്ള് വെച്ചിരിക്കുകയാണ്. ഞാനങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ പിറ്റേന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. കൂടുതൽ സമയം വേണമെങ്കിൽ വെച്ചിരിക്കാം. നിങ്ങൾക്ക് അത്രയും വെക്കാൻ സമയമില്ലെങ്കിൽ കുറച്ച് വെച്ചിരുന്നാലും മതി. ഒരു 3-4-5 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം പാത്രം വെച്ച് അതിലേക്ക് കടുക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ആഡ് ചെയ്യുന്നത്. ഒരു 20 കാന്താരി മുളകുണ്ട്. നിങ്ങൾക്ക് എരിക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. കാന്താരി കൂടുതൽ വേണമെങ്കിലും ഇടാം. എരി അനുസരിച്ച് ചേർക്കാം. പിന്നെ കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കായം ഒരു 1/2 ടീസ്പൂണോളം കായം വേണം. ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം വേണം. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മുരിഞ്ഞൊന്നും പോകണമെന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ഒരുവിധം പിടിച്ചിരിപ്പുണ്ടാവും. നമ്മൾ രാത്രി ഫുള്ള് വെച്ചിരുന്നതുകൊണ്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഏറെക്കുറെ. അതിലേക്ക് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു വിനാഗിരി 1/2 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയായി കഴിയും. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.